നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ഇടവക യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലെൻ ഡിവോഷന്റെ 15ാം ദിവസത്തിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം. ഇന്നത്തെ ലെൻ ഡിവോഷൻ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കൂടി കണ്ട് പരിചയപ്പെട്ട ഒരു യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെടുത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജാപ്പനീസ് ഇനത്തിൽപ്പെട്ട പഞ്ച് എന്ന കുഞ്ഞു കുരങ്ങന്റെ കഥ. സ്വന്തം അമ്മയാലും കൂട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞു കുരങ്ങന് ഒരു അമ്മയുടെ സ്നേഹവും കരുതലും നൽകി കൂട്ടുകാരനായി മാറിയത് ആ കുഞ്ഞു പാവയാണ്. കുഞ്ഞുകാലത്ത് കിട്ടേണ്ട സ്നേഹവും കരുതലും കൂട്ടുകാരിൽ നിന്ന് ലഭിക്കേണ്ട അംഗീകാരങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തി അവരെല്ലാവരും അവനെ ആട്ടി ഓടിച്ചപ്പോൾ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും നൽകി അവന്റെ കാര്യങ്ങളും കളികളും പങ്കുവെക്കാൻ ഒരു കൂട്ടുകാരനുമായി മാറിയത് ഈ കുഞ്ഞു പാവയാണ്. ഇവിടെ ഈ കഥയിലൂടെ ജീവനില്ലാത്ത ഒരു പാവ ജീവനുള്ള ഒരു ജീവിക്ക് ജീവനായി മാറുകയാണ്. ജീവിതത്തിൽ എല്ലാമായി മാറുകയാണ്. ജീവിതം മുഴുവൻ സന്തോഷം നൽകുകയാണ്. നമ്മൾ ഈ കഥയിലൂടെ ഇതാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ കൂട്ട് നഷ്ടപ്പെട്ട് ഏകാന്തം അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ജീവനുള്ള നമുക്ക് എത്ര പേർക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ സാധിക്കുന്നുണ്ട്? ഫിലിപ്പിയർ 2:4-5 ഇപ്രകാരം പറയുന്നു: ഓരോരുത്തൻ തന്റെ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിലും അങ്ങനെ ഉണ്ടായിരിക്കട്ടെ. സാമീപ്യം കൊണ്ട് സാന്ത്വനം പകരാൻ ഈ നോമ്പുകാലം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു. ഏകാന്തം അനുഭവിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് കൂട്ടായിരുന്നവനാണ് യേശു തമ്പുരാൻ. ഒന്നിച്ചിരുന്ന് ഒപ്പം നടന്ന് കൂട്ടായി വളർന്ന് കൂട്ടായ്മയുടെ സന്തോഷം പങ്കുവയ്ക്കാൻ ഈ നോമ്പുകാലം നമുക്ക് ശ്രമിക്കാം. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നമ്മുടെ നോട്ടം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതായിരിക്കണം. അങ്ങനെ അവ പഠിക്കുവാനും ഈ നോമ്പ് കാലങ്ങളിൽ അവ തിരിച്ചറിയാനുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.